ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ട്രംപ് അമേരിക്കയിൽ വലിയ വിജയം കൈവരിച്ചു. അപ്പം നമ്മൾ ആലോചിക്കും, ട്രംപൊക്കെ വിജയിച്ചാൽ നമുക്കെന്ത് ബെനിഫിറ്റ്? പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ അങ്ങനെയല്ല. ഷെയർ മാർക്കറ്റിൽ അല്ലെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊരു സ്കീമിൽ നിൽക്കുന്ന ആളാണ് നിങ്ങൾ ആലോചിക്കുക. ഇതുപോലത്തെ വലിയ വലിയ സംഭവങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുമ്പോൾ എവിടെയെങ്കിലും നടന്നാൽ മതി, അത് നമ്മുടെ മാർക്കറ്റിനെ ഉറപ്പായിട്ട് അത് ബാധിക്കും. അത് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ലാഭങ്ങളായിട്ട് വരും. അത് നമ്മുടെ മാർക്കറ്റിന് നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടങ്ങളായിട്ടും വരും. കോവിഡ് വന്ന സമയത്തൊക്കെ കാണാം, മാർക്കറ്റ് ക്രാഷ് ഉണ്ടായി. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും നഷ്ടപ്പെട്ടു. പിന്നെ യുക്രൈൻ വാർ ഉണ്ടായ സമയത്തൊക്കെ കണ്ടില്ലേ, അവിടെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അപ്പോൾ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മുടെ മാർക്കറ്റും നമ്മുടെ എക്കോണമിയായിട്ടൊക്കെ ഭയങ്കര കണക്ഷനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് പിടിച്ച സംഭവം തന്നെയാണ്. എപ്പോഴും പോസിറ്റീവായിട്ട് ന്യൂസുകൾ വരണമെന്നില്ല, നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ന്യൂസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഒരു പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് സെക്യൂർ ആക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതുപോലത്തെ പൊളിറ്റിക്കൽ ന്യൂസുകൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തേക്കും ഒരുപാട് ചേഞ്ചസ് നമ്മുടെ മാർക്കറ്റിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഭദ്രമാക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. അപ്പം വലിയ തട്ടുകടൊന്നും ഇല്ലാതെ നമുക്ക് അതിനകത്ത് നിന്നൊക്കെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വളരെ സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യും. പണ്ടൊക്കെ എല്ലാവരും പറയുമായിരുന്നു പത്രം വായിക്കണം, ഡെയിലി പത്രം വായിക്കണം. അപ്പം നമ്മളൊക്കെ ആലോചിക്കും, ഡെയിലി പത്രം വായിച്ചിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ നിങ്ങളുടെ ഒരു അഡൽട്ട് ആയതിനു ശേഷം നിങ്ങൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങിയ സമയമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പത്രമൊക്കെ വായിക്കേണ്ടി വരും. അതായത് പത്രം വായിക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പം മൊബൈൽ ഫോണുണ്ട് എല്ലാവരുടെയും കയ്യിൽ. അപ്പോൾ ഇതുപോലത്തെ ഇഷ്ടംപോലെ ന്യൂസുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് സമയമൊക്കെ കുറച്ച് ന്യൂസൊക്കെ കാണാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സൈഡിൽ കിടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഭാവി ഭദ്രമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അല്ലേ. അപ്പോൾ അത് വളരെ സേഫായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും കുറച്ച് ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ബെനിഫിറ്റൊക്കെ ഉണ്ടാകും. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാനും പറ്റുമല്ലോ. അപ്പോൾ ഈ ന്യൂസ് കാണുന്നതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഈ ന്യൂസുകളൊക്കെ ഒരുപാട് ഫേവറബിളായിട്ട് നമുക്ക് ചിലപ്പോൾ വന്നിരിക്കും. അതായത് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ടാറ്റ ഇന്ത്യൻ എയർലൈൻസ് മേടിച്ചപ്പോഴത്തേക്കും ടാറ്റയുടെ എല്ലാ സ്റ്റോക്സും ഭയങ്കര ആയിട്ട് കയറിപ്പോയി. അപ്പം ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു മേജർ ന്യൂസാണ്. അപ്പോൾ ഈ മേജർ ന്യൂസുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂസിന് അതീതമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ന്യൂസുകൾ വരുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല, നെഗറ്റീവ് ന്യൂസ് വരുമ്പോഴത്തേക്കും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പിൻവലിക്കുന്നുമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ന്യൂസുകളൊക്കെ കാണുന്നതും കേൾക്കുന്നതും അത്യാവശ്യം നല്ലതാണ്. പിന്നെ ട്രംപിലേക്ക് തിരിച്ചു വരാം. ട്രംപ് അമേരിക്കയിൽ ജയിച്ചു. അപ്പം ട്രംപുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയുടെ കുറച്ച് സ്റ്റോക്സുകളും കാര്യങ്ങളൊക്കെ ഒരു റാലി തരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. അതായത് ഇന്ത്യയുടെ IT സെക്ടറുകളൊക്കെ കുറച്ചുകൂടെ റാലി തരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. മാർക്കറ്റിൽ ഒരു നല്ല മൂവ്മെൻറ്റ്സ് നടക്കുമ്പോൾ എപ്പോഴും അത് ശക്തമായിട്ട് നീങ്ങുന്നത് IT സെക്ടറാണ്. ഒരു ഫാൾ ഉണ്ടാകുമ്പോഴും ഏറ്റവും ശക്തമായിട്ട് താഴോട്ട് പോകുന്നതും IT സെക്ടർ തന്നെയാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഫാർമസി സെക്ടേഴ്സാണ്. അതായത് മരുന്നുകൾ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. കാരണം രോഗങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമല്ലേ. അപ്പോൾ മരുന്നുകളുടെ ഉൽപ്പാദനങ്ങളും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുള്ള ഒരു ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ട്രംപ് വിജയിച്ചു എന്നുള്ളത് വെറും വിജയം മാത്രമല്ല, നമുക്കതിനെ ബേസ് ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്താൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സെക്ടറുകളൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് അതിനകത്ത് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷനൊക്കെ ആകുന്ന സമയത്ത് അത്യാവശ്യം ലാഭങ്ങളൊക്കെ വരും. ട്രംപ് താഴെ പോകുന്നതിന് മുന്നേ തന്നെ വലിയ വലിയ ലാഭങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ട്രംപ് വിജയിച്ചുകൊണ്ട് നമുക്കും കുറച്ച് ബെനിഫിറ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താല്പര്യമുള്ള ആൾക്കാർക്ക് ഫോളോ ചെയ്യാം. അപ്പം ഹാപ്പി ഇൻവെസ്റ്റിംഗ്.